നമുക്ക് ചൂരൽമലയിൽ ഒരിക്കൽ കൂടി കയറാൻ പോകണം. ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ശരിയാണ്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ചൂരൽമലയിൽ നിന്ന് മറ്റ് അപ്ഡേറ്റ്സ് എന്താണ്? കുറേ കാര്യങ്ങൾ തനേഷ് തമ്പി പറയുണ്ടായി അല്പം മുമ്പ്. ഇനി മറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ജനങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടോ? എസ്കെൻ, ചൂരൽമല, അതായത് ഈ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 18 ദിവസം ആവുകയാണ്. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതായത് ആദ്യഘട്ടമായി, അതായത് ആദ്യ തിരച്ചിൽ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്താനായിട്ട് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ മത്തായും സംഘവും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ തുടരുകയായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സംഘവും ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നുകൂടി ഈ മേഖലകളിൽ സന്ദർശനം നടത്തി, അല്ലെങ്കിൽ ഈ മേഖലകളിൽ പരിശോധന നടത്തി ഇന്ന് അദ്ദേഹം തിരിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക ഒരു പക്ഷേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ഈ റിപ്പോർട്ട് അടുത്ത ദിവസം ജില്ലാ കളക്ടർക്കും സംസ്ഥാന സർക്കാരിനും സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പുഞ്ചിരിമട്ടത്ത് ഇനി താമസയോഗ്യമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. എന്നാൽ അതേ സമയത്ത് ചൂരൽമല ഭാഗത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളും ഇനിയും താമസയോഗ്യമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് പുഞ്ചിരിമട്ടത്ത് പൂർണ്ണ അർത്ഥത്തിൽ, അതായത് ആ മേഖല പൂർണ്ണമായിട്ടും ഉരുളെടുത്തു കഴിഞ്ഞു, ഇനി അവിടെ വാസയോഗ്യമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ അതേ സമയത്ത് ഈ ചൂരൽമല ഭാഗത്ത് ഇനിയും വാസയോഗ്യമായിട്ടുള്ള ഇടമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇനി നിർമ്മാണ പ്രവർത്തനം വേണോ എന്നത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അത് സർക്കാർ നയപരമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത്. എന്നാൽ പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ അദ്ദേഹം പരിശോധന നടത്തി. ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ദുരന്തമുണ്ടാകാൻ കാരണമായിട്ടുള്ള ഇടങ്ങളിൽ അദ്ദേഹം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് മണ്ണുൾപ്പെടെയുള്ള സാമ്പിളുകൾ അദ്ദേഹം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അടുത്ത ദിവസം പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ആദ്യഘട്ട ഈ തിരച്ചിലിന് സമാപനമാവുകയാണ്. നമുക്കൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ സമീപത്തായിട്ടുള്ളത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കുറെ അധികം ജീവനക്കാരുണ്ടായിരുന്നു വിവിധ സേനാംഗങ്ങളുടെ ഭാഗത്തായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഏകദേശം 100-ൽ താഴെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാത്രമേ ഈ മേഖലകളിൽ തെരച്ചിൽ നടത്തുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് അല്പം മുമ്പ് തനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇനി പ്രധാനമായിട്ടും ഈ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും പരിശോധന നടത്തുകയുള്ളൂ. അതും വ്യാപകമായിട്ടുള്ള തിരച്ചിലല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. ഏതെങ്കിലും ഓഫീസുകൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരിശോധന നടത്തുക. അത്തരത്തിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് ഇന്നലെ പണം ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്നും ഇപ്പോൾ ഈ തെരച്ചിൽ സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 7:46 ആകുന്നു ഈ ഘട്ടത്തിൽ. എന്നാൽ 8 മണിയോടുകൂടി തന്നെ ഇവരുടെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ചൂരൽമലയിൽ വിവരങ്ങൾ നൽകിയത്.